നമസ്കാരം. ഇവിടെ തന്നിരിക്കുന്നത് ടെസ്റ്റ് യുവർ നോളജ് ആൻഡ് കോംപ്രഹെൻഷൻ ഓഫ് ഇംഗ്ലീഷ് ത്രൂ റീഡിംഗ്. വായനയിലൂടെ ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ അറിവും ഇംഗ്ലീഷ് മനസ്സിലാക്കുവാനുള്ള കഴിവും പരിശോധിക്കുകയാണ് നമ്മൾ ഇന്ന്. അതിലേക്ക് വളരെ ലളിതമായ രീതിയിൽ ഒരു കഥ ഇവിടെ അർത്ഥസഹിതം ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ വിവരിക്കുകയാണ്. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അതേ കഥ ശബ്ദമില്ലാതെ വെറും ലേഖനമായി തന്നിരിക്കുകയുമാണ്. ഈ ലേഖനം നിങ്ങൾ സ്വയം വായിച്ച് അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്വയം നൽകി അത് വായിക്കുവാൻ ശ്രമിക്കണം. അർത്ഥം മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഈ വീഡിയോയുടെ ആദ്യ ഭാഗം വീണ്ടും കണ്ട് അർത്ഥം മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടതുമാണ്. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും കാണുന്നത് മൂലം ഇംഗ്ലീഷ് ഭാഷയിലെ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും വായിച്ച് എളുപ്പം ആശയം മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇംഗ്ലീഷ് റീഡിംഗ് പ്രാക്ടീസ്, ഇംഗ്ലീഷ് വായന പരിശീലനം. ഇവിടെ ഒരു കഥ തന്ന് ഞാൻ ആ കഥയുടെ അർത്ഥം വിശദീകരിക്കുകയാണ്. Once upon a time, in a big forest, there lived a clever rabbit and a cunning fox. The rabbit was small but very smart, while the fox was big and tricky. അർത്ഥം നോക്കാം. വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ, ഇൻ എ ബിഗ് ഫോറസ്റ്റ്, വലിയൊരു വനത്തിൽ, there lived, ജീവിച്ചിരുന്നു, എ ക്ലെവർ റാബിറ്റ് ആൻഡ് എ കണ്ണിങ് ഫോക്സ്, ബുദ്ധിമാനായ ഒരു മുയലും സൂത്രശാലിയായ ഒരു കുറുക്കനും. ദ റാബിറ്റ് വാസ് സ്മോൾ ബട്ട് വെരി സ്മാർട്ട്. ആ മുയൽ ചെറുതായിരുന്നു പക്ഷേ വളരെ സമർത്ഥനായിരുന്നു. വൈൽ, അതേസമയം, ദ ഫോക്സ് വാസ് ബിഗ് ആൻഡ് ട്രിക്കി. ആ കുറുക്കൻ വലുതും സൂത്രശാലിയും ആയിരുന്നു. വൺ സണ്ണി ഡേ, ദ ഫോക്സ് സോ ദ റാബിറ്റ് ഹോപ്പിംഗ് അറൗണ്ട്, gathering tasty carrots. The fox, hungry and crafty, thought of a plan to catch the rabbit. "Hello, dear rabbit," the fox said with a sly smile. "I have found the most delicious carrots in the meadow. Would you like to join me?" അർത്ഥം നോക്കാം. വൺ സണ്ണി ഡേ, നല്ല വെയിലുള്ള ഒരു ദിവസം, ദ ഫോക്സ് സ, കുറുക്കൻ കണ്ടു, ദ റാബിറ്റ് ഹോപ്പിംഗ് അറൗണ്ട്, ആ മുയൽ ചുറ്റിലും ചാടുന്നത്, ഹോപ്പിംഗ്, ചാടിക്കൊണ്ടിരിക്കുന്നത്, ഗ്യാതറിങ് ടേസ്റ്റി ക്യാരറ്റ്സ്, ഗ്യാതറിങ്, ശേഖരിച്ചുകൊണ്ട്, ടേസ്റ്റി, രുചികരമായ, ക്യാരറ്റ്സ്, ക്യാരറ്റുകൾ, രുചികരമായ ക്യാരറ്റുകൾ ശേഖരിച്ചുകൊണ്ട് ചുറ്റിലും ആ മുയൽ ചാടുന്നത് നല്ല വെയിലുള്ള ഒരു ദിവസം ആ കുറുക്കൻ കണ്ടു. ദ ഫോക്സ്, ആ കുറുക്കൻ, ഹംഗ്രി, വിശപ്പുള്ളവനായിരുന്നു, ആൻഡ് ക്രാഫ്റ്റി, തന്ത്രശാലിയുമായിരുന്നു. തോട്ട് ഓഫ് എ പ്ലാൻ, ഒരു പദ്ധതിയെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. ടു ക്യാച്ച് ദ റാബിറ്റ്, ആ മുയലിനെ പിടിക്കുവാൻ. അപ്പോൾ നല്ല വിശപ്പുള്ള ഒപ്പം തന്ത്രശാലിയായ ആ കുറുക്കൻ ആ മുയലിനെ പിടിക്കുവാനുള്ള ഒരു പദ്ധതിയെപ്പറ്റി ആലോചനയിലായിരുന്നു. എന്നിട്ട് അവൻ മുയലിനോട് ഇങ്ങനെ പറഞ്ഞു. "ഹലോ ഡിയർ റാബിറ്റ്," അല്ലയോ പ്രിയപ്പെട്ട മുയലെ. ദ ഫോക്സ് സെഡ് വിത്ത് എ സ്ലൈ സ്മൈൽ, കാപട്യം ഒളിച്ചു വച്ച ചിരിയോടുകൂടി ആ കുറുക്കൻ പറഞ്ഞു. ദ ഫോക്സ് സെഡ്, കുറുക്കൻ പറഞ്ഞു, വിത്ത് എ സ്ലൈ സ്മൈൽ. സ്ലൈ സ്മൈൽ എന്ന് വെച്ചാൽ കപടതയുള്ള ചിരി, കാപട്യം ഒളിച്ചു വച്ചുകൊണ്ടുള്ള ചിരി. ആ ചിരിയോടുകൂടി ആ മുയലിനെ നോക്കി ആ കുറുക്കൻ ഇങ്ങനെ പറഞ്ഞു. "ഹലോ ഡിയർ റാബിറ്റ്," അല്ലയോ പ്രിയപ്പെട്ട മുയലെ. "ഐ ഹാവ് ഫൗണ്ട്," ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, "ദ മോസ്റ്റ് ഡെലിഷ്യസ് ക്യാരറ്റ്," ഏറ്റവും രുചികരമായ ക്യാരറ്റുകൾ, "ഇൻ ദ മെഡോ," പുൽമേട്ടിൽ. ഞാൻ പുൽമേട്ടിൽ ഏറ്റവും രുചികരമായ ക്യാരറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. "വുഡ് യു ലൈക്ക് ടു ജോയിൻ മീ," എന്നോടൊപ്പം കൂടുന്നുണ്ടോ നീ, എന്നോടൊപ്പം കൂടുവാൻ നീ ഇഷ്ടപ്പെടുന്നുവോ? വുഡ് യു ലൈക്ക്, നീ ഇഷ്ടപ്പെടുന്നുവോ? ടു ജോയിൻ മീ, എന്നോടൊപ്പം ചേരുവാൻ, എന്നോടൊപ്പം കൂടുവാൻ നീ ഇഷ്ടപ്പെടുന്നുവോ എന്ന് വെച്ചാൽ ആ പുൽമേട്ടിൽ എന്നോടൊപ്പം വന്ന് ആ ക്യാരറ്റുകൾ തിന്നുവാൻ നീ ഇഷ്ടപ്പെടുന്നുവോ എന്ന് ആ കുറുക്കൻ മുയലിനോട് ചോദിച്ചു. The rabbit, knowing the fox's tricks,
pretended to be interested but asked, "How do I know you are not trying to trick me into becoming your dinner?" The fox, trying to hide his intentions, replied, "Oh, don't worry, dear rabbit. I just wanted to share the tasty carrots with you." But the clever rabbit wasn't convinced. അർത്ഥം നോക്കാം. ദ റാബിറ്റ്, ആ മുയൽ, നോയിങ് ദ ഫോക്സ് ട്രിക്സ്, കുറുക്കൻ്റെ തന്ത്രങ്ങൾ അറിയാമായിരുന്ന ആ മുയൽ, പ്രറ്റൻഡഡ്, അഭിനയിച്ചു, ടു ബി ഇൻറ്ററസ്റ്റഡ്, താൽപ്പര്യം ഉള്ളവൻ ആയിക്കൊണ്ട്, ബട്ട് ആസ്ക്ഡ്, പക്ഷേ ചോദിച്ചു. എന്ന് വച്ചാൽ കുറുക്കൻ്റെ തന്ത്രങ്ങളെല്ലാം അറിയാമായിരുന്ന ആ മുയൽ പ്രറ്റൻഡഡ് ടു ബി ഇൻറ്ററസ്റ്റഡ്, അവൻ പറഞ്ഞ കാര്യത്തിൽ താൽപ്പര്യം ഉണ്ട് എന്നുള്ള രീതിയിൽ അഭിനയിച്ചു. ബട്ട് ആസ്ക്ഡ്, പക്ഷേ ചോദിച്ചു. ഹൗ ഡു ഐ നോ യു ആർ നോട്ട് ട്രൈങ് ടു ട്രിക്ക് മീ? ഹൗ ഡു ഐ നോ, എനിക്ക് എങ്ങനെ അറിയാൻ കഴിയാനാണ്, യു ആർ നോട്ട് ട്രൈങ്, നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നില്ല എന്ന്, ടു ട്രിക്ക് മീ, എന്നെ സൂത്രപ്പണിയിൽപ്പെടുത്തുവാൻ അല്ലെങ്കിൽ കെണിയിൽപ്പെടുത്തുവാൻ, ഇൻറ്റു ബിക്കമിങ് യുവർ ഡിന്നർ, എന്നെ നിങ്ങളുടെ ആഹാരമാക്കി തീർക്കുവാനുള്ള സൂത്രപ്പണിയിൽ എന്നെ പെടുത്തുകയില്ല എന്ന് ഞാൻ എങ്ങനെ അറിയുവാനാണ്? ഹൗ ഡു ഐ നോ, ഞാൻ എങ്ങനെ അറിയുന്നു? യു ആർ നോട്ട് ട്രൈയിങ്, നിങ്ങൾ പരിശ്രമിക്കുന്നില്ല എന്ന്. ടു ട്രിക്ക് മീ, എന്നെ കെണിയിൽപ്പെടുത്തുവാൻ അല്ലെങ്കിൽ സൂത്രത്തിൽപ്പെടുത്തുവാൻ, ഇൻറ്റു ബിക്കമിങ്, ആക്കി തീർക്കുവാൻ, യുവർ ഡിന്നർ, നിങ്ങളുടെ ഭക്ഷണം, എന്നെ നിങ്ങളുടെ ഭക്ഷണമാക്കി തീർക്കുവാൻ നിങ്ങൾ സൂത്രപ്പണി ചെയ്യുന്നില്ല എന്ന് ഞാൻ എങ്ങനെയാണ് അറിയുക എന്ന് ആ മുയൽ ആ കുറുക്കനോട് ചോദിച്ചു. ദ ഫോക്സ്, ട്രൈയിങ് ടു ഹൈഡ് ഹിസ് ഇൻറ്റൻഷൻസ്, ആ കുറുക്കൻ ട്രൈയിങ് ടു ഹൈഡ്, ഒളിപ്പിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട്, ഹിസ് ഇൻറ്റൻഷൻസ്, അവൻ്റെ ഉദ്ദേശങ്ങൾ ഒളിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ആ കുറുക്കൻ റിപ്ലൈഡ്, മറുപടി പറഞ്ഞു. ഓ, ഡോണ്ട് വറി, നീ വ്യാകുലപ്പെടേണ്ടതില്ല, ഡിയർ റാബിറ്റ്, അല്ലയോ മുയലേ, ഓ ഡോണ്ട് വറി, നീ വ്യാകുലപ്പെടേണ്ടതില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ ദ ടേസ്റ്റി ക്യാരറ്റ്സ് വിത്ത് യു, ആ രുചികരമായ ക്യാരറ്റുകൾ നിനക്ക് ഷെയർ ചെയ്യണം, നിനക്ക് പങ്കുവച്ച് തരണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഓ ഡോണ്ട് വറി, അല്ലയോ നീ വ്യാകുലപ്പെടേണ്ടതില്ല, ഡിയർ റാബിറ്റ്, പ്രിയപ്പെട്ട മുയലേ. ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ, എനിക്കൊന്ന് പങ്കിടൽ മാത്രം വേണ്ടിയിരിക്കുന്നു, ദ ടേസ്റ്റി ക്യാരറ്റ്സ്, രുചികരമായ ക്യാരറ്റുകൾ, വിത്ത് യു, നിന്നോടൊപ്പം. എന്നുവച്ചാൽ നീ വ്യാകുലപ്പെടേണ്ടതില്ല പ്രിയപ്പെട്ട മുയലേ, ക്യാരറ്റുകൾ നിനക്കൊന്ന് ഷെയർ ചെയ്യണം, അത്ര മാത്രമേയുള്ളൂ എൻ്റെ ഉദ്ദേശം എന്ന് ആ കുറുക്കൻ മുയലിനോട് മറുപടി പറഞ്ഞു. ബട്ട് ദ ക്ലെവർ റാബിറ്റ് വാസിൻ്റ് കൺവിൻസ്ഡ്, പക്ഷേ ബുദ്ധിമാനായ ആ മുയലിന് വാസിൻ്റ് കൺവിൻസ്ഡ്, ബോധ്യമായില്ല, അവനത് വിശ്വസിച്ചില്ല എന്നർത്ഥം. കൺവിൻസ്ഡ് എന്ന് വെച്ചാൽ ബോധ്യപ്പെടുത്തി, വാസിൻ്റ് കൺവിൻസ്ഡ്, ബോധ്യമായില്ല, അവനത് ശരിക്കു പറഞ്ഞാൽ അവനത് ഉൾക്കൊണ്ടില്ല. Instead of following the fox, the rabbit suggested, "Let's both hop over to the meadow together, but I will go first and you can follow behind me." The fox agreed, thinking he would easily catch the rabbit once they reached the meadow. As they hopped along, the rabbit suddenly darted into a small hole hidden among the bushes. അർത്ഥം നോക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ഫോളോവിങ് ദ ഫോക്സ്, ഇൻസ്റ്റെഡ് ഓഫ് പകരം, ഫോളോവിങ് ദ ഫോക്സ് കുറുക്കനെ പിന്തുടരുന്നതിനു പകരം, ഫോളോവിങ് ദ ഫോക്സ് കുറുക്കനെ പിന്തുടരുക. ഇൻസ്റ്റെഡ് ഓഫ് ഫോളോവിങ് ദ ഫോക്സ് കുറുക്കനെ പിന്തുടരുന്നതിന് പകരം, ദ റാബിറ്റ് സജസ്റ്റഡ്, ആ മുയൽ നിർദ്ദേശിച്ചു അല്ലെങ്കിൽ നിർദ്ദേശം വച്ചു. എന്താണ് ആ നിർദ്ദേശം? ലെറ്റ്സ് ബോത്ത് ഹോപ്പ് ഓവർ ടു ദി മെഡോ ടുഗദർ, നമുക്ക് രണ്ടു പേർക്കും ആ പുൽമേട്ടിൽ ഒരുമിച്ച് ചാടാം. ബട്ട് ഐ വിൽ ഗോ ഫസ്റ്റ് ആൻഡ് യു ക്യാൻ ഫോളോ ബിഹൈൻഡ് മീ, പക്ഷേ ഐ വിൽ ഗോ ഫസ്റ്റ്, ഞാൻ ആദ്യം പോകാം, ആൻഡ് യു ക്യാൻ ഫോളോ ബിഹൈൻഡ് മീ, നിങ്ങൾക്ക് എന്നെ പിന്തുടർന്ന് വരാവുന്നതാണ്. ബിഹൈൻഡ് എന്ന് വെച്ചാൽ പിറകിൽ, ഫോളോ പിന്തുടരുക.
ഐ വിൽ ഗോ ഫസ്റ്റ്, ഞാൻ ആദ്യം പോകാം. ആൻഡ് യു ക്യാൻ ഫോളോ, നിങ്ങൾക്ക് പിന്തുടരാവുന്നതാണ്. ബിഹൈൻഡ് മീ, എൻ്റെ പിറകെ. ദ ഫോക്സ് എഗ്രീഡ്, ആ കുറുക്കൻ അത് അംഗീകരിച്ചു. തിങ്കിങ്, ചിന്തിച്ചുകൊണ്ട്. ഹി വുഡ് ഈസിലി ക്യാച്ച് ദ റാബിറ്റ്, അങ്ങനെയാണെങ്കിൽ ആ മുയലിനെ അവന് പെട്ടെന്ന് പിടിക്കുവാൻ സാധിക്കുമെന്ന് ആ കുറുക്കൻ ചിന്തിച്ചു. കാരണം മുയൽ മുമ്പിലും കുറുക്കൻ പിറകിലുമായിട്ട് പോകുമ്പോൾ ആ മുയലിനെ പെട്ടെന്ന് കുറുക്കൻ പിടിക്കുവാൻ കഴിയുമെന്ന് ആ കുറുക്കൻ ചിന്തിച്ചു. വൺസ് ദേ റീച്ച്ഡ് ദ മെഡോ, ആ മെഡോയിൽ എത്തിച്ചേരുമ്പോൾ ആ മുയലിനെ പെട്ടെന്ന് പിടിക്കുവാൻ കുറുക്കന് കഴിയുമെന്ന് ആ കുറുക്കൻ ചിന്തിച്ചു. നോക്കാം ആ പാരഗ്രാഫ്. ദ ഫോക്സ് എഗ്രീഡ്, ആ കുറുക്കൻ അംഗീകരിച്ചു. തിങ്കിങ് ഹി വുഡ് ഈസിലി ക്യാച്ച് ദ റാബിറ്റ്, ആ മുയലിനെ പെട്ടെന്ന് പിടിക്കുവാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട്. വൺസ് ദേ റീച്ച്ഡ് ദ മെഡോ, ഒരിക്കൽ അവർ ആ പുൽമേട്ടിൽ എത്തിയാൽ. ആസ് ദേ ഹോപ്ഡ് എലോങ്, ആ പുൽമേട്ടിൽ എത്തിയതിനു ശേഷം ആസ് ദേ ഹോപ്ഡ് എലോങ്, അവർ രണ്ടുപേരും ഒരുമിച്ച് ചാടിയപ്പോൾ ദ റാബിറ്റ് സഡൻലി ഡാർട്ടഡ്, ആ മുയൽ പെട്ടെന്ന് കുതിച്ച് ചാടി. ഇൻറ്റു എ സ്മാൾ ഹോൾ, ചെറിയൊരു കുഴിക്ക് ഉള്ളിലേക്ക്. ഹിഡൻ എമംഗ് ദി ബുഷസ്, ആ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ഒരു ചെറിയൊരു മാളത്തിലേക്ക് മുയൽ പെട്ടെന്ന് കുതിച്ചു ചാടി. The fox, unable to stop in time, ran right past the hole and tumbled into a pit. The rabbit peeked out from the safety of the hole and chuckled at the trapped fox. Looks like your cunning wasn't enough this time, Mr. Fox, the rabbit said with a grin, before hopping away to enjoy the carrots in peace. And from that day on, the fox learned to be careful when trying to outsmart the clever rabbit. അർത്ഥം നോക്കാം. ദ ഫോക്സ്, ആ കുറുക്കൻ. അനേബിൾ ടു സ്റ്റോപ്പ് ഇൻ ടൈം, കൃത്യസമയത്തിന് അതിന് നിർത്തുവാൻ കഴിഞ്ഞില്ല. എന്ന് വച്ചാൽ ആ മുയലും കുറുക്കനും പുൽമേട്ടിലേക്ക് ഒരുമിച്ചാണ് ചാടിയത്. ആ ചാട്ടത്തിനിടയ്ക്ക് മുയൽ ഒരു മാളത്തിലേക്ക് പെട്ടെന്ന് കുതിച്ച് ചാടി രക്ഷപ്പെട്ടു. പക്ഷേ അത് കണ്ടിട്ടും കുറുക്കന് അവൻ്റെ ഓട്ടം അല്ലെങ്കിൽ ആ ചാട്ടം നിർത്തുവാൻ കഴിഞ്ഞില്ല. റാൻ റൈറ്റ് പാസ്റ്റ് ദി ഹോൾ, ആ മുയൽ രക്ഷപ്പെട്ട മാളവും കഴിഞ്ഞ് അവന് ഓടേണ്ടി വന്നു. ആൻഡ് ടംബിൾഡ് ഇൻറ്റു എ പിറ്റ്, അവൻ കാലിടറി എന്നിട്ട് ഒരു പിറ്റിലേക്ക്, ഒരു കുഴിയിലേക്ക് വീണു. പെട്ടെന്ന് ഓട്ടം നിർത്തുവാൻ ശ്രമിച്ചപ്പോൾ കാലിടറി അവനൊരു കുഴിയിലേക്ക് വീണു. ദ റാബിറ്റ് പീക്ക്ഡ് ഔട്ട് ഫ്രം ദി സേഫ്റ്റി ഓഫ് ദി ഹോൾ, ആ മുയൽ പീക്ക്ഡ് ഔട്ട്, എത്തി നോക്കി. പീക്ക് എന്ന വാക്കിന് ഒളിഞ്ഞു നോക്കുക, എത്തി നോക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ദ റാബിറ്റ് പീക്ക്ഡ് ഔട്ട് ഫ്രം ദി സേഫ്റ്റി ഓഫ് ദി ഹോൾ, ആ മാളത്തിൻ്റെ സുരക്ഷയിൽ ഇരുന്നു കൊണ്ട് ആ മുയൽ പുറത്തേക്ക് എത്തി നോക്കി. ആൻഡ് ചക്കിൾഡ്, എന്നിട്ട് അടക്കി പിടിച്ച് ചിരിച്ചു. അറ്റ് ദി ട്രാപ്ഡ് ഫോക്സ്, കുടുങ്ങിക്കിടക്കുന്ന ആ കുറുക്കൻ്റെ നേർക്ക്. ലുക്സ് ലൈക്ക് യുവർ കണ്ണിങ് വാസിൻ്റ് ഇനഫ് ദിസ് ടൈം, മിസ്റ്റർ ഫോക്സ്. അല്ലയോ കുറുക്ക, നിങ്ങളുടെ കുതന്ത്രം ഇത്തവണ പോരാ എന്ന് തോന്നുന്നു. ദ റാബിറ്റ് സെഡ് വിത്ത് എ ഗ്രിൻ, ദ റാബിറ്റ് സെഡ്, ആ മുയൽ പറഞ്ഞു. വിത്ത് എ ഗ്രിൻ, ഒരു പരിഹാസ ചിരിയോടുകൂടി. ബിഫോർ ഹോപ്പിംഗ് എവേ, ദൂരേക്ക് ചാടുന്നതിനു മുമ്പ്. ടു എൻജോയ്, ആസ്വദിക്കുവാൻ. ദ ക്യാരറ്റ്സ് ഇൻ പീസ്, സമാധാനത്തോടുകൂടി ക്യാരറ്റുകൾ ആസ്വദിക്കുവാൻ ചാടുന്നതിന് മുമ്പ് പരിഹാസത്തോടുകൂടി മുയൽ ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? നിങ്ങളുടെ കുതന്ത്രം ഇത്തവണ പോരാ എന്ന് തോന്നുന്നു എന്ന്. ആൻഡ് ഫ്രം ദാറ്റ് ഡേ ഓൺ, ആ ദിവസം മുതൽ ദ ഫോക്സ് ലേൺഡ്, ആ കുറുക്കൻ പഠിച്ചു. ടു ബി കെയർഫുൾ, ശ്രദ്ധാലുവായിരിക്കുവാൻ. വെൻ ട്രയിങ് ടു ഔട്ട്സ്മാർട്ട് ദ ക്ലവർ റാബിറ്റ്, വെൻ ട്രയിങ് ടു ഔട്ട്സ്മാർട്ട്, മറികടക്കുവാൻ ശ്രമിക്കുമ്പോൾ. ദ ക്ലവർ റാബിറ്റ്, ബുദ്ധിമാനായ ആ മുയലിനെ മറികടന്ന്, കൗശലപൂർവം മറികടന്ന് വിജയിക്കുവാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണം എന്നുള്ള പാഠം ആ കുറുക്കൻ പഠിച്ചു. ഔട്ട്സ്മാർട്ട് എന്ന വാക്കിനർത്ഥം സൂത്രത്തിൽ
മറികടക്കുക, കൗശലം ഉപയോഗിച്ച് മറികടക്കുക, അതിസാമർഥ്യം കാണിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. നമ്മൾ ഇപ്പോൾ കേട്ട കഥ ശബ്ദമില്ലാതെ അതേപടി ഇതിന് ശേഷം തന്നിരിക്കുകയാണ്. അത് നന്നായി വായിച്ച് അർത്ഥം മനസ്സിലാക്കണം. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഭാവിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും വായിച്ച് അതിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതാണ്.